സുപ്രഭാതം. സന്തോഷം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ മറ്റൊരു ദിനത്തിലേക്ക് നമ്മളെ ഉണർത്തിയ ആ വലിയ സർവേശ്വരൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡേ ആരംഭിക്കാം. ഇന്ന് ജൂൺ മാസം 19-ാം തീയതി ബുധനാഴ്ച, വായനാ ദിനം. അതുപോലെ വി ബെസ്റ്റ് ഡേ 1008-ാം ദിനം. നമ്മൾ തുടർന്നു പോകുന്ന വെൽത്ത് മാസ്റ്ററിയുടെ 202-ാം ദിനം. വി ബെസ്റ്റിന്റെ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള മുദ്രാവാക്യം നമ്മൾ ഇന്നലെ കണ്ടു. നല്ല വായന, നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല സമൂഹം. എല്ലാവർക്കും ആശംസകളോടെ ഇന്നത്തെ ഡേ ആരംഭിക്കുന്നു. ഇന്നത്തെ നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്നത് ജോസഫ് ജോൺ സാറാണ്. നമുക്ക് സാറിലേക്ക് പോകാം. ഔട്ട് യു ജോസഫ് ജോൺ സാർ. എല്ലാ ഹൃദയബന്ധുക്കൾക്കും നമസ്കാരം. വി ബെസ്റ്റിന്റെ വായന ദിന ആഘോഷങ്ങളിലേക്ക് ആരാധ്യനായ ഗുരുനാഥൻ ബൈജു പാം സാർ, നമ്മുടെ വിശിഷ്ടാതിഥി ജിജോ ജേക്കബ് സാർ, കോട്ടയം അംഗങ്ങൾ, മറ്റെല്ലാ ഹൃദയബന്ധുക്കളെയും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. ജീവിതമാകുന്ന മഹാസാഗരം നീന്തിക്കടക്കുകയാണ് നമ്മൾ. അത് ഏറെ ആവേശത്തോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, ആസ്വാദ്യതയോടെ നീന്തിക്കിടക്കണമെങ്കിൽ പുസ്തകങ്ങളുടെ ചങ്ങാത്തം നമുക്ക് വേണം. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വഴികാട്ടിയാകുന്ന പ്രകാശ ഗോപുരങ്ങളാണ്, വഴിവിളക്കുകളാണ് പുസ്തകങ്ങൾ. പുസ്തകങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? കണ്ണില്ലെങ്കിലേ കണ്ണിൻ്റെ കാഴ്ചയുടെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ പുസ്തകങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വി ബെസ്റ്റിന് പ്രത്യേകിച്ചു. കാരണം നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ബുക്ക് റിവ്യൂവിന് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ പ്രഭാതങ്ങളും പുസ്തകങ്ങളിൽ നിന്നും കടഞ്ഞെടുത്ത അറിവുകൾ, അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് ആസ്വാദ്യതയോടെ നമുക്ക് വിളമ്പിത്തരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബൈജു സാർ. അപ്പോൾ പുസ്തകങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വി ബെസ്റ്റിന് സഞ്ചരിക്കാനേ ആവില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. വി ബെസ്റ്റ് ഏറെ അഭിമാനത്തോടെ ഇന്ന് വായന ദിനം ആഘോഷിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ഹിന്ദു ടീച്ചറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഇന്ന് വായന ദിനമാണ്. വായന ദിന ആശംസകൾ എല്ലാവർക്കും. ദിവസവും വായനയ്ക്കായി 1 മണിക്കൂർ നേരം മാറ്റിവെക്കൂ. അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. ഓരോ എഴുത്തുകാരനും നല്ല വായനക്കാരിലൂടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും നല്ല വായനക്കാരാകാൻ ശ്രമിക്കാം. അതിനുവേണ്ടി വായനയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന. വായനയ്ക്കായി ഒരു ദിനമെന്നല്ല, വായിച്ചു വളരണമെന്നുമെന്നും. വാതായനങ്ങൾ തുറക്കേണമുള്ളിലായി, വായന വെട്ടമുൾ കൊണ്ടിടണം. അക്ഷരക്കൂട്ടിൽ നിറയുന്ന വിജ്ഞാനം പുത്തൻ പ്രഭാതം കണി കാണണം. അജ്ഞത ഉള്ളിൽ നാട്ടിയകറ്റണം.
പുസ്തകം കൂട്ടായി കരുതിടേണം. ഇന്നേ തുടങ്ങണം വായന നമ്മിലെ കണ്ണിൽ വെളിച്ചമായി മാറിടേണം. നന്മയിൽ കൊള്ളണം നാളേക്കു വളരുവാൻ നമ്മിൽ തെളിയണം അക്ഷരശ്രീ. വാരാചരണങ്ങൾ സപ്പുറം കാണണം, പാരായണം ശീലമാക്ക വേണം. മാറോടു ചേരണം പുസ്തക സ്നേഹത്തിൻ ആവോളം മധുരം നുകർന്നിടേണം. മാറോടു ചേർക്കണം പുസ്തക സ്നേഹത്തിൻ ആവോളം മധുരം നുകർന്നിടേണം. വായനയ്ക്കായി ഒരു ദിനമെന്നല്ല വായിച്ചു വളരണമെന്നുമെന്നും. വാതായനങ്ങൾ തുറക്കേണമുള്ളിലായി വായന വെട്ടമുൾക്കൊണ്ടിടേണം. വാതായനങ്ങൾ തുറക്കേണമുള്ളിലായി വായന വെട്ടമുൾക്കൊണ്ടിടേണം. താങ്ക് യു. താങ്ക് യു ഇന്ദി ടീച്ചർ. ഇന്നത്തെ പരിപാടിയുടെ നെടുന്തൂണാണ് ഇന്ദി ടീച്ചർ എന്ന് പറയാം. ടീച്ചറുടെ മനസ്സിൽ ഉദിച്ച ആശയങ്ങൾ നമുക്കൊരു ചീഫ് ഗസ്റ്റിനെ കൂടി ഇവിടെ എത്തിച്ചിരിക്കുന്നു. ടീച്ചറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ബഹുമാനീയനായ ജോയ് ജോൺ സാറാണ്, നമ്മുടെ കോട്ടയം അംഗം, യോഗാചാര്യൻ എന്ന നിലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ജോയ് ജോൺ സാറിനെ, ഞങ്ങളുടെ ഗുരുനാഥനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു ജോസഫ് സാർ. പ്രിയമുള്ള ഗുരുനാഥൻ ബൈജു സാർ, അധ്യക്ഷവേദി അലങ്കരിക്കുന്ന ഏറെ ബഹുമാന്യനായ ജോസഫ് ജോൺ സാർ, ഐസക് ജി, രജീഷ് ജി, നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റ് രണ്ട് മുതിർന്ന ഗുരുനാഥന്മാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, സ്നേഹ സൗഹൃദങ്ങൾ. ഇന്ന് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മുടെ പ്ലാറ്റ്ഫോം നമുക്കറിയാം, വായനയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഏറെ മുന്നോട്ട് പോയിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എ റീഡർ lives 1,000 lives before he dies. The man who never reads lives only one. ഇത് ജോർജ് ആർ മാർട്ടിന്റെ വാചകമാണ്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒരു റീഡറെ സംബന്ധിച്ച് ഒരുപാട് ജീവിതങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന വായനക്കാരെ സൃഷ്ടിക്കുക. അങ്ങനെ ആ വായനയിലൂടെ ഒരുപാട് ആശയങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെ വി ബെസ്റ്റിന്റെ മുഖമുദ്രയായി നമ്മൾ നടക്കുന്ന ഈ വായനാ ദിനത്തിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകേണ്ടതല്ലാത്ത ഒരു വ്യക്തിത്വമുണ്ട്, PN പണിക്കർ മാഷ്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അയൽവക്കത്തൊക്കെ എല്ലാ കുട്ടികളും ചേർന്നിട്ട് ചെറിയ വായനാ മുറികളൊക്കെ രൂപീകരിക്കുമായി. നമ്മുടെ പരിസര പ്രദേശത്തും ഒരു വായനശാലയുണ്ട്. അപ്പോൾ അവിടേക്ക് വൈകുന്നേരങ്ങളിൽ പുസ്തകം എടുക്കാൻ പോകുന്ന യുവാക്കളെയാണ് നമുക്ക് അന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ നാട് നീളെ വായന പരത്തുന്നതിന് വേണ്ടി ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീ PN പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനം കൂടിയാണ് നമ്മൾ ഇന്ന് വായനാ ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥശാല സംഘത്തിന്റെ
ഒരു സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. ഇന്നും വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകനായ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രത്യേകം നമ്മൾ കൈകൂപ്പുന്നു. ഞാൻ ഇന്നത്തെ മുഖ്യ അതിഥി നമുക്കറിയാം, ഈ ശ്രീ ജിജു ജേക്കബ് മാഷ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പറയും. ഇന്ദു ടീച്ചറിന് വളരെ പരിചിതനായ വ്യക്തിയാണ്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആദ്യമായി നമ്മുടെ ഗുരുനാഥൻ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓരോ പ്രഭാതങ്ങളും ഓരോ ഉണർവിന്റെ ദിനങ്ങളാക്കി മാറ്റുന്ന ബൈജുപ്പം സാർ. അദ്ദേഹം നമ്മളെ വായനയുടെ ലോകത്തേക്ക് മാത്രമല്ല പ്രായോഗികമായി ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലേക്കും നമ്മളെ കൈപിടിച്ചുയർത്തുന്ന വ്യക്തിത്വമാണ്. ആ മഹത് വ്യക്തിത്വത്തെ ഞാൻ ആദ്യമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബൈജു സാർ. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കോർ ടീം അംഗങ്ങൾ ഐസക് ജി, അതുപോലെ സജീഷ് ജി, ഇവരൊക്കെ ഒരുപാട് പുസ്തകങ്ങളിലൂടെ കടന്നു പോവുകയും നമുക്ക് ആ തലത്തിലുള്ള ഒരുപാട് അറിവുകൾ ഈ പ്ലാറ്റ്ഫോമിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഏത് ചടങ്ങുകളിലാണെങ്കിലും ഒക്കെ ഒരുപാട് നമ്മളെ വളർത്തുന്ന ആ മഹത് വ്യക്തിത്വങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് അധ്യക്ഷവേദി അലങ്കരിക്കുന്ന നമ്മുടെ ജോസഫ് ജോൺ സാർ. ജോസഫ് ജോൺ സാറിനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കലയും സാഹിത്യവും കൂടപ്പിറപ്പായി കൊണ്ടു നടക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. ജോസഫ് ജോൺ സാറിനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജോസ് കുര്യൻ സാർ, അതോടൊപ്പം നായർ സാർ, രണ്ടുപേരും നമുക്കറിയാം ഏത് കാര്യം സംസാരിക്കുമ്പോഴും അവർക്കൊരു ഉദാഹരണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി നമുക്ക് മാർഗനിർദ്ദേശം നൽകാനും നമ്മളെ ഗൈഡ് ചെയ്യാനും ഒക്കെ കഴിയുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ്. അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ടാതിഥി ജിജു ജേക്കബ് സാർ. ജിജു ജേക്കബ് സാറിനെ പറ്റി ഇന്ദു ടീച്ചർ പറഞ്ഞാണ് അറിയുന്നത്. അത് തന്നെയല്ല, നമ്മുടെ പ്ലാറ്റ്ഫോമിലെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ സോവനിയർ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഗൈഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇത് ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ അധ്യാപകനാകുമ്പോൾ ഒരു തലമുറയെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുക. ആ തലത്തിൽ നമുക്കറിയാം സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതായത് സ്കൂൾ വിക്കി പേജ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുതൽ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലൊക്കെ അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ളതായ ഒരുപാട് ഉദ്യമങ്ങളിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ശ്രീ ജിജു ജേക്കബ് മാഷ്. അദ്ദേഹത്തെ നമുക്കിന്ന് മുഖ്യാതിഥിയായി ലഭിച്ചത് ഏറെ ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ഇന്ദു ടീച്ചർ എപ്പോഴും ഈ കലയും സാഹിത്യവും വന്നാൽ ഉണർന്നു പ്രവർത്തിക്കും. നമുക്ക് ഏത് കാര്യങ്ങൾക്കും ആശ്രയിക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഏത് കാര്യങ്ങൾക്കും ഒരുപാട് തലങ്ങളിൽ നമ്മളെ ഈ രീതിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഇന്ദു ടീച്ചർ. അപ്പോൾ ഞാൻ ജിജു ജേക്കബ് സാറിനെ ഹൃദയപൂർവ്വം ഞാൻ ഈ വായനാ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമുക്കറിയാം കലാ സാഹിത്യ മേഖലയിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. എനിക്ക് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, നമുക്കറിയാം ഈ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുണ്ണി മാഷിനെ അതിനെ ആപ്തവാക്യമായി കൊണ്ടുനടക്കുന്ന നമുക്കൊരു കൊച്ചു വായനക്കാരനുണ്ട്, നിവേദ് സജി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി എന്ന് പറയുന്നത് തന്നെ നമുക്കേറെ അഭിമാനകരമാണ്. ഇപ്പോൾ അടുത്ത പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഇത്തവണ ഈ സമയത്ത് ഞാൻ നിവേദ് സജിയെ പ്രത്യേകം അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ്. എത്തിച്ചേർന്ന എല്ലാ സമനസ്സുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോൺ സാർ. വി ബെസ്റ്റിന്റെ കരുത്തുറ്റ
4 പില്ലറുകളിൽ ഒരു പ്രധാന പില്ലർ യോഗാചാര്യൻ. താങ്ക് യു വെരി മച്ച്. അടുത്തതായി വായന ദിന പ്രതിജ്ഞയാണ്. അതിനുള്ള അവസരമാണ്. ഇന്ദു ടീച്ചർ പ്ലീസ്. എല്ലാവരും ഒന്ന് കൈ നീട്ടിപ്പിടിച്ച്, നമുക്കിപ്പോ നിൽക്കാൻ പറ്റൂലല്ലോ, കൈ നീട്ടിപ്പിടിച്ച് പ്രതിജ്ഞ ചൊല്ലുന്ന രീതിയിൽ ഒന്ന് ഇരുന്നിട്ട് പെട്ടെന്ന് പറയാം. വൈജു സാർ ഏറ്റു പറയുന്നുണ്ടോ സാർ? സമയം റിപ്പീറ്റേഷൻ വരും. റിപ്പീറ്റേഷൻ ഇല്ല, ഞാൻ പറഞ്ഞോളാം. ശരി ടീച്ചർ. വായന ദിന പ്രതിജ്ഞ. ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി നിരാശാജനകമായി വളർന്നു വരുന്ന അഴിമതിയെയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. Thank you. അറിവിന്റെ നെരിപ്പോടുകൾ ചേർത്ത് വെച്ച് ഓരോ പ്രഭാതത്തെയും ദീപ്തമാക്കി വിബെസ്റ്റിന് സമ്മാനിക്കുന്ന നമ്മുടെ ആരാധനായ ഗുരുനാഥൻ ബൈജു സാറിന്റെ മെസ്സേജാണ് അടുത്തത്. അതിനായി സ്നേഹാദരങ്ങളോടെ ബൈജു സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ജോസഫ് ജോൺ സാർ. ജിജോ ജേക്കബ് സാർ, നമസ്കാരം. ഞാൻ ഈ വായനാ ദിനം 2024 വെറുതെ ഒരു താല്പര്യത്തോടു കൂടി ഒന്ന് അന്വേഷിച്ച് നടന്നു. എവിടെയാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നതെന്ന്, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന സ്ഥലം എവിടെയാണെന്നൊരു അന്വേഷണം നടത്തി. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നടത്തിയതാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, വായനശാലയിലല്ല. പിന്നെ എവിടെയാണ്? അങ്ങനെ സ്കൂളുകളിലാണോ മറ്റു സ്ഥലങ്ങളിലാണോ ഓൺലൈനാണോ ഒക്കെ അന്വേഷിച്ച് പോയപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറയുന്നു, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നത് ജയിലുകളിലാണ്. എന്നെ ഞെട്ടിച്ചു. ജയിലുകളിലാണോ ഏറ്റവും കൂടുതൽ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നത്? അതിന്റെ കാരണങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചു. എന്തുകൊണ്ടായിരിക്കും? അതിൽ തന്നെ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, അവര് അത് വായിക്കുന്നത് അവർക്ക് ലഭിക്കാത്ത സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് ഉള്ള ചിന്തകൾ അവരിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നും ആഗ്രഹിച്ചാണ് അവർ വായിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരവരെ കുറിച്ചുള്ള
അജ്ഞതയെ പൂരിപ്പിക്കാൻ. എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്? അപ്പൊ അവനവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനാണ് അവർ രണ്ടാമത് പുസ്തകങ്ങൾ വായിക്കുന്നത്. പിന്നെ പഠനങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് പോകുന്നു. അതിൽ ഏറ്റവും സുന്ദരമായ ഒരു കാര്യം വിബസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആശയങ്ങളോട് ചേർന്നതാണ്. അതായത് അവരൊരുപാട് ഭാവനയുള്ളവരായി തീരുന്നു. വളരെ വിശാലമായി ചിന്തിക്കാനായിട്ട് അവരെ കഴിയുന്നു. ഈ 2 പോയിന്റ്സ് വരും. അതിൽ നിന്നാണ് വി ബെസ്റ്റ് ഈ വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ മോട്ടോ ആയിട്ട് വായനാ ദിനത്തിൽ എടുത്തിരിക്കുന്നത് നല്ല വായന, നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല സമൂഹം. അതാണ് വി ബെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ, റൂട്ട് ടു ഹാപ്പിനെസ്, വായന നമ്മുടെ കൂടെ ചേർത്ത് വെക്കും. ഇന്ന് പുതിയ പഠനങ്ങൾ നമുക്കറിയാം, നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്താണ്, സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ നടന്ന പഠനങ്ങൾ പറയുന്നു 2 പേരിൽ ഒരാൾ അമേരിക്കയിൽ ഏകാന്തത അനുഭവിക്കുന്നു. ഈ ഏകാന്തത അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു സൂചനയാണ് തന്നെ. ഡിപ്രഷനിലേക്ക് പോകുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഏകാന്തത. ഇവിടെ വായനയ്ക്കും ഒരു ഏകാന്തതയുടെ തലമുണ്ട്. വായിക്കുന്നവർ ഒറ്റയ്ക്കിരിക്കാനും ഏകാന്തമായിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർ ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുന്ന ആളുകളായി മാറുകയും ചെയ്യും. അപ്പൊ നമുക്ക് ശ്രദ്ധയുണ്ടാകാൻ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുകയും പഠിപ്പിക്കുകയും വി ബെസ്റ്റിന്റെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോഴും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് പറയണം, എല്ലാവരും മനസ്സിൽ അത് കോറിയിടണം എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ലാക്ക് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധയില്ലാതെ വരുന്ന വലിയൊരു സമൂഹം. രണ്ടാമത്തേത് പോവർട്ടി ഓഫ് ഇമാജിനേഷൻ, മുന്നിലേക്ക് കാണാൻ കഴിയാത്ത ഇമാജിനേഷൻ, ദൃശ്യം, നമ്മുടെ ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിയാത്ത, ദൃശ്യവൽക്കരിക്കാൻ കഴിയാത്ത ദാരിദ്ര്യം. 2നും പരിഹാരമാണ് വായന. ശ്രദ്ധ കിട്ടാൻ, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വായനയെ നമ്മൾ സഹായിക്കും. അപ്പോൾ നമുക്ക് ജയിലുകളിൽ നിന്നും പഠിക്കാം. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഇടം ജയിലുകളാണെന്ന് അറിയണം. നമുക്ക് അത് ഒരു മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ശാന്തിയും സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലുമൊക്കെ ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തിരിച്ചറിയുക. വായനയിലൂടെ നമുക്കത് തിരികെ എടുക്കാൻ കഴിയും. 2, നമ്മളെക്കുറിച്ച് വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുക നമ്മൾ ഒന്നുമല്ല എന്നുള്ള സത്യം. അപ്പോൾ അവനവനെ കുറിച്ചിട്ടുള്ള അജ്ഞതയെ ഫില്ല് ചെയ്യാൻ കുറച്ചെങ്കിലും പുസ്തകം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായനാ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ജിജോ ജേക്കബ് സാറിനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോയാൽ മോശമാവും. അങ്ങയുടെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇന്ദു ടീച്ചറിന്റെ അയച്ചു തന്നതാണ്. ഒത്തിരി സന്തോഷം സാർ. ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അങ്ങനെ കാണാൻ, ഇങ്ങനെ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തുന്നു. മുഖപുസ്തകം, വരച്ച പടം എന്നാണ് ആ പുസ്തകത്തിൽ, എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിന്റെ പേര്. നല്ല ഒട്ടനവധി കഥകൾ അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങേ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗമായതിൽ ഒത്തിരി സന്തോഷം, സ്നേഹം, നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് കാരണക്കാരിയായ ഇന്ദു ടീച്ചറെയും കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ബൈജു സാർ. ജിജോ ജേക്കബ് സാറിനോട് ഒരു വാക്ക്. സാറ് 6:30 കഴിഞ്ഞ അല്പസമയം കൂടി മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ? ജിജോ സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഇല്ല 6:45 വരെയൊക്കെ എങ്കിലും പോകും. കാരണം നമുക്ക് അടുത്തതായി വി ബെസ്റ്റിന്റെ പില്ലറുകളിൽ ഒരാളായ, തിരിച്ചറിവിന്റെ പാഠങ്ങൾ കൊണ്ട് വി ബെസ്റ്റിനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗുരുനാഥൻ ഐസക് എബ്രഹാം സാർ നമ്മളോട് വി ബെസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കും. ഓവർ ടു ഐസക് സാർ. Thank you.
താങ്ക് യു ജോസഫ് ജോൺ സാർ, പ്രിയപ്പെട്ട ബൈജു സാറിനും കോർ ടീം അംഗങ്ങൾക്കും, ആദരണീയരായ ജോസ് കുര്യൻ സാറിനും നായർ സാബിനും, ഏറെ പ്രിയപ്പെട്ട ഹൃദയബന്ധുക്കൾക്കും, എല്ലാറ്റിനും ഉപരി ഇന്നത്തെ ദിവസത്തിന്റെ മൊത്തം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ജോസഫ് ജോൺ സാറ്, ഇന്ദു ടീച്ചർ തുടങ്ങിയ ബഹുമുഖ പ്രതിഭകൾ, ഒപ്പം ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉള്ള പ്രിയപ്പെട്ട ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ലിജോ ജേക്കബ് സാർ. ലിജോ ജേക്കബ് സാറിനെ ഈ പ്ലാറ്റ്ഫോമിനും വി ബെസ്റ്റ് എന്ന ഈ കൂട്ടായ്മയ്ക്കും പരിചയപ്പെടുത്തുന്നത് ഇന്ദു ടീച്ചറാണ്. ഇന്ദു ടീച്ചറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒപ്പം ലിജോ ജേക്കബ് സാറിനും സ്നേഹാദരങ്ങളും നന്ദിയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. വായനാ ദിനം എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന, പ്രത്യേകിച്ച് വി ബെസ്റ്റിന്റെ പ്ലാറ്റ്ഫോമിൽ വളരെയധികം ആവേശം തരുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും നമ്മൾ വായനയ്ക്ക് വേണ്ടിയും പുസ്തക പരിചയപ്പെടലിന് വേണ്ടിയും പുസ്തകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടിയുമൊക്കെ സമയം കുറച്ചെങ്കിലും മാറ്റിവെക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവേശം തരുന്നതാണ്, സന്തോഷം തരുന്നതാണ്. ഈ ദിവസം തന്നെ നമുക്ക് ആ ഇടത്തിൽ ഏറ്റവും ആവേശപൂർവ്വം മുന്നേറുന്ന ലിജോ ജേക്കബ് സാറിനെ മുഖ്യാതിഥിയായി കിട്ടി എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുസ്തനൊരു ആയുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പണ്ടെങ്ങോ കേട്ട ഒരു വായനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു കോട്ട. ഇന്ന് നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഈ ഡിജിറ്റൽ ഏജ് എന്ന പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുമ്പോൾ വായനയുമായി ബന്ധപ്പെട്ട ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും ചിലരെങ്കിലും പറയാറുള്ള ഒരു കാര്യമാണ് വായന മരിക്കുന്നു. പക്ഷെ കുറെ കൂടെ ആഴത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വായനയ്ക്ക് പുതിയ മാനങ്ങൾ കൈവരുന്നു എന്നത് കൂടുതൽ ആവേശം തരുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ ജോയ് ജോൺ സാറ് സൂചിപ്പിച്ച മറ്റു പല കാര്യങ്ങളോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 5ാം ക്ലാസ്സുകാരനായ നിവേദ് പജി വായനയെ വളരെ ആവേശത്തോടെ കാണുകയും വായിക്കാൻ മുതിർന്നവരെ അടക്കം പ്രേരിപ്പിക്കുകയും വായിക്കുന്നതിൻ്റെ ഒപ്പം പുസ്തകം എഴുതുക എന്നുള്ള ഒരു അത്ഭുതകരമായ പ്രവൃത്തിയിലേക്ക് കൂടെ ഇറങ്ങി എന്നുള്ളത്, അതിന് വി ബെസ്റ്റ് എന്ന ഈ കൂട്ടായ്മ ഒരു പ്രധാന കാരണമാവുന്നു എന്നുള്ളതും വായനയുമായി ബന്ധപ്പെട്ട നമ്മുടെ സമകാലീന ചിന്തകളെ കുറെ കൂടെ ആവേശം തരുന്നതാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ചെറിയ കുട്ടികളടക്കം വായിക്കാനായിട്ടുള്ള താല്പര്യത്തിലേക്ക് വരും. അപ്പോൾ അവിടെ പുസ്തകങ്ങൾക്കുള്ളിലുണ്ടായിട്ടുള്ള മാറ്റം, പുസ്തകങ്ങളുടെ നമ്മൾ ഇന്ന് കാണുന്ന ഇപ്പോൾ ബൈജു സാർ പരിചയപ്പെടുത്തിയ ലിജോ ജേക്കബ് സാറിന്റെ പുസ്തകം ദ ഫിസിക്കൽ ബുക്ക്, അതിൽ നിന്ന് മാറി ഡിജിറ്റൽ ഈ റീഡിങ്ങിലേക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ദാറ്റ് ഇൻഫർമേഷൻ, നമ്മൾ എന്താണോ വായനയിലൂടെ ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആശാവഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. വായനയ്ക്ക് ഇടമില്ലാത്ത, വായന സ്വാധീനിക്കാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് ഏവർക്കും തിരിച്ചറിവുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഒരിടവുമില്ല, നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സെക്ടറിനും വായനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മൾ ആരെ കേൾക്കുമ്പോഴും ആരെ പഠിക്കുമ്പോഴും ആരെ അറിയുമ്പോഴും അതിന്റെ പിന്നിലേക്ക് ചെല്ലുമ്പോൾ വായന അവരുടെ എല്ലാവരുടെയും ഒരു ബലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വായനയ്ക്ക് നിരവധിയായിട്ടുള്ള തലങ്ങളുണ്ട്, നിരവധി രീതിയിലാണ്
വായനക്കാർ പുസ്തകത്തെ സമീപിക്കുന്നതും. അത് ഓരോരുത്തരുടെയും താല്പര്യം ഒക്കെ അനുസരിച്ചാണ്. നമ്മളിവിടെ വി ബെസ്റ്റ് അതിനെ ഒരു പ്രത്യേക നിലയിൽ കാണുകയാണ്. ഒരു പക്ഷേ വി ബെസ്റ്റിനെ കുറിച്ച് ലിജോ സാറിന് ഇന്ദു ടീച്ചർ വഴിയുള്ള ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാനിപ്പോ സമയമെടുക്കുന്നില്ല. കാരണം നമുക്ക് ലിജോ സാറിന്റെ കേൾക്കാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം വി ബെസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾ ആവേശപൂർവ്വം ഓർത്തോർത്ത് സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ജീവിതത്തെ മൊത്തമായി ഒരു നന്മയിലേക്കുള്ള യാത്രയായി കാണാൻ ആഗ്രഹിക്കുന്നതാണ്. വീൽ ഓഫ് ലൈഫ് എന്ന ഒരു പ്രത്യേക പദ്ധതിയിലൂടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലയെയും അതിന്റെ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ അതിനെ പ്രയോഗിച്ച് പരിശീലിച്ച് മികവുറ്റതാക്കി ഉത്തമരായ വ്യക്തികളായി ഞങ്ങൾ മാറുന്നതിലൂടെ ഞങ്ങൾ ഈ സമൂഹത്തിലെ ആരെയെങ്കിലും ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വളരെ ചെറിയ കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ ചെയ്തുകൊണ്ട് വലിയ ദർശനത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നുള്ള, അടിവരയിട്ട് പറഞ്ഞാൽ ഹാപ്പിനെസ്സിലേക്ക് മനുഷ്യരെ എത്തിക്കുക, അല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിലും ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയും സന്തോഷം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരെയും സന്തോഷത്തിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി ഈ ഭൗതിക ജീവിതത്തെ ഏറ്റവും മനോഹരമായി എങ്ങനെ മാറ്റിത്തീർക്കാം എന്നുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലും പഠനത്തിലുമായിരിക്കുന്ന ഒരു ചെറിയ സമൂഹമാണ് വി ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവരും കൂടുതൽ വായിക്കുവാനും കൂടുതൽ മനുഷ്യരെ പ്രേരിപ്പിക്കുവാനും, കൂടുതൽ വായിക്കുന്നതിലൂടെ കൂടുതൽ അറിവിലേക്കും വിജ്ഞാനത്തിലേക്കും വിവേകത്തിലേക്കും അതിലുപരി ബോധത്തിലേക്കും മഹാബോധത്തിലേക്കും എത്തിച്ചേരാൻ ഏവർക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരപൂർവ്വം ലിജോ ജേക്കബ് സാറിനെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Isaac Abraham, sir. Thank you very much for the valuable words as usual. നമുക്ക് ജിജോ ജേക്കബ് സാറിനെ കുറിച്ചൊരു ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന ഒരു അധ്യാപകൻ, കലയെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകൻ. ഇന്ന് തന്നെ അദ്ദേഹത്തിന് മൂന്നിൽ കൂടുതൽ പരിപാടികൾ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അല്പസമയം നമുക്ക് നീട്ടിത്തരുമോ എന്ന് ചോദിച്ചത്. എങ്കിലും നമ്മളെ പരിചയപ്പെടുത്തിയ ഇന്ദു ടീച്ചറുടെ വാക്കുകളിലൂടെ, ചെറിയ വാക്കുകളിലൂടെ സാറിനെ അത് പരിചയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക്, സ്നേഹ സംഭാഷണത്തിലേക്ക് കടക്കാം. ഓവർ ടു ഇന്ദു ടീച്ചർ. താങ്ക് യു സർ. സമയക്കുറവുണ്ടല്ലേ? അപ്പം കണ്ണൂർ ജില്ലയില് നമ്മുടെ എന്താ പറയാ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ള ഒരു ജില്ലയാണ് ഇരിട്ടി സബ് ജില്ല. അപ്പൊ ഇരിട്ടി സബ് ജില്ലയിലെ ഒരു ക്യാമറ ഓഫായി പോയി. ക്യാമറ പറയാം സാർ, ഓഫാക്കിയതാണ് ഞാനൊരു ഇതാണല്ലോ. അപ്പൊ ഇരിട്ടി സബ് ജില്ലയിൽ തന്നെ ഉള്ള ഉയർന്നു വരുന്ന എഴുത്തുകാരനാണ് ലിജോ സാർ. അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. അപ്പോൾ 2 പുസ്തകങ്ങൾ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. എങ്കിലും മനസ്സിനെ ഏറെ നോവിച്ചും കൊതിപ്പിച്ചും തലോടിയും സന്തോഷിപ്പിച്ചും നമുക്ക് കടന്നു പോകാൻ കഴിയുന്ന 24 കഥകളാണ് ആ പുസ്തകം എന്ന് പറയാം. പിന്നെ എന്താണ്, അതായത് പച്ചയായ ജീവിതങ്ങളാണ് ആ പുസ്തകത്തിലെ ഓരോ കഥാപാത്രത്തിലും ഉള്ളതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയും. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനെ ഒരു വല്ലാതെ ആകർഷിച്ച ഒരു കഥ എന്ന് പറയുന്നത് കൂടെ ഉണ്ടാവോ എന്ന ഒരു കഥയാണ്. മനുഷ്യന്റെ നിസ്സഹായത എന്ന അനന്തതയുടെ അങ്ങേ അറ്റത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ചോദ്യം, കൂടെ ഉണ്ടാവും എന്ന മറുപടിയിൽ മരുന്നിന് പോലും കഴിയാത്ത മനോഹരമായ സുഖപ്പെടുത്തലുകൾ ആ വാക്കിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടെ ഉണ്ടായാൽ ഒരാളെയെങ്കിലും ബാക്കി വെച്ചിട്ട് ഈ കാലവും കടന്നു പോകുള്ളൂ എന്നും ആ കഥയിൽ പറയുന്നുണ്ട്. വിൽ ബി ഓൾവേസ് വിത്ത് യു എന്ന അവന്റെ വാക്കുകളെ പുതപ്പായി മൂടി പുതച്ചുടങ്ങുന്ന അവളും ഓരോ വായനക്കാരന്റെയും മനസ്സിൽ മായാതെ നിൽക്കും. പ്രിയപ്പെട്ട നമ്മുടെ സാറിന് എല്ലാവിധ ആശംസകളും ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് ആരെയും ഒരിക്കലും മുറിപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം.
അക്ഷരങ്ങളെയും വാക്കുകളെയും രത്നക്കല്ലുകൾ പോലെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന എഴുത്തുകാരനായ ജിജോ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു ജോസഫ്. താങ്ക് യു സാർ. ഞങ്ങൾ ഹൃദയ ബന്ധുക്കൾ എന്നാണ് പറയുക. ഞങ്ങളിൽ ഒരു ഹൃദയ ബന്ധു കൂടി ഇന്ന് ചേർന്നിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വി ബെസ്റ്റ് ഹൃദയ ബന്ധുക്കൾ എല്ലാവരും കൂടി ഹൃദയപൂർവ്വം അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു. ഓവർ ടു ജിജോ ജേക്കബ് സാർ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. വി ബെസ്റ്റിനെ കുറിച്ച് ബിന്ദു ടീച്ചർ വഴിയാണ് അറിയാനിടയായത്. പല പേരുകൾ കേട്ടു. ബൈജു സാറിന്റെ പേര് കൂടുതൽ അതിൽ ഉയർന്നു കേട്ടു. ആരെയും ഈ ഒരു അവസരത്തിൽ പേരുകൾ കൊണ്ട് മാത്രം പരാമർശിക്കുന്നില്ല. ഇങ്ങനെയൊരു സ്നേഹ കൂട്ടായ്മയിൽ ഒത്തുചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം മാത്രമാണ് ആദ്യമായിട്ട് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത്. ഈ ചടങ്ങിനിടയിലുള്ള പലരുടെയും സംഭാഷണങ്ങളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യമാണ്, നന്മയിലേക്കുള്ള യാത്രയാണ് ഈ കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ മാനുഷികമായ സ്നേഹം പുലർത്തുന്ന എല്ലാവരുടെയും ലക്ഷ്യം ആയിരിക്കേണ്ടത് എന്നൊരു പരാമർശം എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കാനിടയായി. കാരണം മഹാരഥന്മാരായ മലയാള സാഹിത്യത്തിൽ ഇന്നത്തെ വായനാ ദിനത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മഹാരഥന്മാരായ പല സാഹിത്യകാരന്മാർ നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണ്. വൈക്കം മുഹമ്മദ് ബഷീറും മാധവിക്കുട്ടിയും MT വാസുദേവൻ നായരും ഒക്കെ അവരൊക്കെ കോറിയിട്ട വലിയ അക്ഷര ലോകത്ത് നമ്മളൊക്കെ എത്രയോ ചെറുതാണ് എന്നതാണ് അവരുടെ ഓരോ രചനയിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. കൂടുതലും നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയോ അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുകയോ ചെയ്യുന്നത് ഈ ചെറിയൊരു അവസരത്തിൽ അനുചിതമാകുന്ന കരുതിക്കൊണ്ട് തന്നെ നമുക്ക് അനുഭവങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ആസ്വാദ്യത ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം ഇന്ന് മുഖ്യ അതിഥിയായി എന്നെ ഇവിടെ കൊണ്ടുവന്നുവെങ്കിലും നിങ്ങളെക്കാൾ എത്രയോ ചെറുതാണ് എന്ന ചിന്തയാണ് ഓരോരുത്തരുടെയും വാക്കുകൾ, നിങ്ങളെക്കാൾ എത്രയോ ചെറുതാണ് ഞാൻ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സായത്. അതിന് കാരണമുണ്ട്. ഉയർന്നു വരുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം തന്നെ ഇന്ദു ടീച്ചർ നടത്തി കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു എഴുത്തുകാരനല്ല, അതിലുപരിയായിട്ട് ടീച്ചർ ഒരു കഥയിലെ ഒരു വാചകം സൂചിപ്പിച്ചതായിട്ട് കണ്ടു. അതായത് വിൽ ബി വിത്ത് യു എന്നുള്ളൊരു പരാമർശം. ഇതാണ് പല മനുഷ്യർക്കും നഷ്ടമാകുന്ന വലിയ ഓരോ കാര്യങ്ങൾ. പലരും മറന്നു പോകുന്ന ഓരോ കാര്യങ്ങളാണ്. ഇന്ന് വായനാ ദിനമാണെങ്കിലും PN പണിക്കരുടെ ചരമദിനം സ്മരിക്കുന്ന ദിവസമാണെങ്കിൽ കൂടി ഈ ഒരു ദിവസം മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം മാനുഷിക സ്നേഹം പുലർത്തുവാനുള്ള ഒരു തുടക്കമാകട്ടെ എന്നുള്ളതാണ് ഈ ദിനത്തിന്റെ സന്ദേശം എന്നുള്ളത്. ഒരു ദിനം കൊണ്ട് മാത്രമല്ല, ഒരു ആഴ്ച കൊണ്ട് മാത്രമല്ല, ഒരു മാസം കൊണ്ട് മാത്രമല്ല, നമ്മൾ ഈശ്വരൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോൾ മാത്രമേ ഈ ലോകത്ത് നമ്മളൊക്കെ ജീവിച്ചു എന്നുള്ള ഒരു ചെറിയ അടയാളപ്പെടുത്തലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും കൂടുതൽ വായന നടക്കുന്ന എവിടെയാണ് എന്നുള്ള കാര്യം ഒരു പഠനത്തിലൂടെ ബൈജു സാർ പരാമർശിച്ചു കണ്ടു. അത് ഒരു തരത്തിൽ എനിക്കൊരു പുതിയ അനുഭവമാണെങ്കിലും, ഈ അറിവ് പുതിയ അനുഭവമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് സത്യം തന്നെയാണ്. പലപ്പോഴും ഒറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടേതായ ബലഹീനതകൾ അത് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മൾ ആരാണ് എന്ന സത്യം നമുക്ക് തന്നെ ബോധ്യമാകുന്നത്. അതിന് പറയാനുള്ള കാരണമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ മാനുഷികമായ ലോകത്ത് വായന കുറഞ്ഞു വരുന്ന കാലം, വായനയുടെ രൂപവും ഭാവവും മാറിയെങ്കിലും വായന കുറഞ്ഞുവെന്ന് പലയിടത്തും പരാമർശിക്കുന്നുണ്ടെങ്കിലും ഒരു വിരോധാഭാസമായി നമുക്ക് കാണാവുന്ന ഒരു കാര്യം, പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ധാരാളം എഴുത്തുകാർ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളത്, ഇന്ന് നിങ്ങളോട് ഞാനിപ്പോൾ ഒരു മുഖ്യ പ്രഭാഷണത്തിനായി എന്നെ ക്ഷണിച്ചുവെങ്കിലും പ്രഭാഷണം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭാഷണം എന്ന രീതിയിൽ ഞാനതിനെ പരാമർശിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതൊരു ഭാഷണം മാത്രമാണ്. വി ബെസ്റ്റ് എന്ന മനോഹരമായ
ഒരു സ്നേഹ കൂട്ടായ്മയെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പലവിധ വീഡിയോകളിലൂടെ മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ തിരക്കുകളുടെ ലോകത്ത് ഈ തിരക്കുകൾ എന്നത് പലതും നമ്മൾ അഭിനയിക്കുന്നതാണെങ്കിൽ കൂടി, കാരണം 24 മണിക്കൂർ എന്ന സമയം മാത്രമേ അന്നത്തെയും ഇന്നത്തെയും മനുഷ്യന് അനുവദിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടി, തിരക്കുകൾ നമ്മൾ അഭിനയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു കൂട്ടായ്മയൊക്കെ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി തീരേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുഭവങ്ങളിൽ ധാരാളം പുതിയ എഴുത്തുകാർ ഉയർന്നു വരുന്ന കാര്യം. അനുഭവങ്ങളിലൂടെ മാത്രമേ ഒരു നല്ല ഒരു എഴുത്ത് മറ്റുള്ളവരുടെ മനസ്സിനെ സ്പർശിക്കത്തക്ക വിധത്തിലുള്ള ഒരു എഴുത്ത് നിലനിൽക്കൂ എന്നൊരു വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം വലിയ ഒരു വായനക്കാരനല്ല ഞാനെങ്കിലും പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ള രീതിയിൽ പറയുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് ലോകമറിയുന്ന ഏറ്റവും മികച്ച മലയാളി എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹത്തിന്റെ കാലങ്ങളിൽ, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ കാലങ്ങളിൽ പുസ്തകങ്ങളായി പിന്നീട് രൂപപ്പെട്ട സമയങ്ങളിൽ ഒരു പുസ്തകം പോലും വാങ്ങിക്കുവാൻ ആളില്ലാതിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. പിന്നീട് ആ പുസ്തകങ്ങളുമായി തലച്ചുമടായി അദ്ദേഹം പലയിടങ്ങളിലും കയറി നടന്ന പുസ്തകങ്ങൾ വിൽക്കാൻ ശ്രമിച്ചു എന്നൊരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. കാലങ്ങളേറെ കഴിഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ബെസ്റ്റ് സെല്ലർ എന്ന് നമ്മൾ ആംഗലേയ ഭാഷയിൽ പറയുന്നത്, ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പുസ്തകങ്ങൾ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളാണ്. എല്ലാ പുസ്തകങ്ങളുടെയും പേരുകളെ കുറിച്ച് ഈ ചുരുങ്ങി വേളയിൽ പരാമർശിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. എന്നേക്കാൾ അറിവും അനുഭവവും പരിചയമുള്ള ആളുകളാണ്. പല പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഏറ്റവും സുവ്യക്തമായ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ രചനകളുടെ സവിശേഷതയാണ് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്നുള്ളത്, അദ്ദേഹത്തിന്റെ എല്ലാ എഴുത്തുകളും അനുഭവങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. പാത്തുമ്മയുടെ ആട് മുതൽ എല്ലാ പുസ്തകങ്ങളും, പാത്തുമ്മയുടെ ആട് പ്രത്യേകം പരാമർശിക്കാനുള്ള കാര്യമുണ്ട്. നമ്മൾ എല്ലാവരും സ്കൂളിൽ നിന്ന്, നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് പാത്തുമ്മയുടെ ആട് എന്നൊരു പുസ്തകം. അതിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമുള്ള അദ്ദേഹത്തിന് അറിയാവുന്ന ഓരോരുത്തരുമാണ് കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ മാത്രമേ ഒരു മനുഷ്യനെ മാറ്റിമറിക്കൂ എന്നുള്ളത്, അനുഭവങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ എഴുത്തിന്റെ ലോകത്താണെങ്കിലും സ്നേഹത്തിന്റെ ലോകത്താണെങ്കിലും മാറ്റിമറിക്കൂ എന്നൊരു വിശ്വാസമല്ല, ആ ഒരു സത്യം അംഗീകരിക്കാൻ കൂടി ഈ ഒരു അദ്ദേഹത്തിന്റെ ജീവിത കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്ന് വായനയുടെ രൂപവും ഭാവവും മാറിയിരിക്കുന്നു. ഡിജിറ്റൽ വായനയിലേക്ക് ലോകം മാറിയിരിക്കുന്നു. എങ്കിലും ഡിജിറ്റൽ വായനയിലേക്ക് ലോകം മാറിയിട്ടുണ്ട് എങ്കിലും നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യം, ലോകത്തിന്റെ മാറ്റങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും, ഏത് പ്രശ്നത്തിലാണെങ്കിലും, ഏത് സന്തോഷത്തിലാണെങ്കിലും, ഏത് സങ്കടത്തിലാണെങ്കിലും നമുക്ക് എന്ത് സ്വീകരിക്കാൻ കഴിയും, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കത്തക്ക രീതിയിൽ നമുക്ക് എന്ത് സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് ഓരോ വായനയിലൂടെയും നേടാനായിട്ട്, ഈ ലോകത്തിലെ ഡിജിറ്റൽ വായന എന്നുള്ളൊരു ലോകത്ത് നമ്മൾ നടക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യം. നിങ്ങളുമായി ഇടപഴകുന്ന ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ വായനയിലൂടെ കടന്നുപോയപ്പോൾ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടു. അതിങ്ങനെയാണ്: വി റീഡ് ടു നോ ദാറ്റ് വി ആർ നോട്ട് എലോൺ എന്നുള്ളത്. ജയിലുകളിലെ പുസ്തക വായനയെ കുറിച്ച് ബൈജു സാർ പറഞ്ഞപ്പോൾ ഈ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത്. വി റീഡ് ടു നോ ദാറ്റ് വി ആർ നോട്ട് എലോൺ. ഓരോ വായനയിലൂടെയും നമ്മൾ സ്വന്തമാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ആരും തനിച്ചല്ല എന്നുള്ളതാണ്. നമ്മൾ ആരും തനിച്ചല്ല, നമ്മളുടെ കൂടെ ആരെങ്കിലും ഒരാളുണ്ട്. എന്റെ എഴുത്തുകളിൽ പലപ്പോഴും ഞാൻ ഇൻസ്റ്റാ അക്കൗണ്ടിലൊക്കെ ചെറിയ ഷോർട്സ് പോലെയൊക്കെ ഇടാറുണ്ട്. അപ്പൊ അതിലൊക്കെ എന്റെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു സെന്റൻസ് ആണെന്ന് ടീച്ചർ പറഞ്ഞു, വിൽ ബി വിത്ത് യു എന്നുള്ളത്. നമ്മൾ ആരും അന്യരല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മളാരും അന്യരല്ല, നമ്മളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകും. ആ ആരെങ്കിലും ഉണ്ടാകും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്, അതോടൊപ്പം തന്നെ അനുഭവങ്ങളാണ്.
ഇപ്പം എഴുത്തിന്റെ ലോകത്ത് ഞാൻ വലിയ ആളല്ല എങ്കിലും ഈ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കൊച്ചു നമ്മുടെ സ്കൂളുകളിൽ ഓരോ മത്സരങ്ങളിൽ എഴുതി തുടങ്ങുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കൗതുകം എനിക്കും ഉണ്ടായിരുന്നു. അതിലുപരി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എഴുത്തിന്റെ ലോകത്തേക്ക്, എഴുത്താണ് എന്നുള്ളൊരു ലോകത്തേക്ക്, മറ്റുള്ളവർ പറയുന്നു ഇത് മികച്ച എഴുത്താണ് എന്ന് പറയുന്ന ലോകത്തേക്ക് ഞാൻ കടന്നു വരാനിടയായത് എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. ഈ വലിയ സാഹിത്യകാരന്മാരെ കുറിച്ചോ അവരുടെ സാഹിത്യ സൃഷ്ടികളെ കുറിച്ചോ ഇവിടെ ഇപ്പോൾ പരാമർശിക്കേണ്ട കാര്യമില്ല. നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത് തികച്ചും അനുചിതമാണെന്ന് തോന്നുന്നു. എങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ കർണങ്ങൾക്ക്, നമ്മുടെ ചെവികൾക്ക് ഏറ്റവും മനോഹരമായി കേൾക്കാൻ കഴിയുന്ന മറ്റുള്ളവരുടെ അനുഭവങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. വളരെ താഴ്മയോടെ പറയട്ടെ, 2 പുസ്തകങ്ങളാണ് ഞാൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എല്ലാം ചെറുകഥകളാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ പ്രതിലിപിയിൽ എൻ്റെ പേരിൽ തന്നെ, ജിജോ ജേക്കബ് എന്ന പേരിൽ 100-ലധികം 150ഓളം കഥകൾ ഇനിയും ബാക്കി കിടപ്പുണ്ട്. അതിൽ ഏകദേശം 50-ൽ താഴെ കഥകൾ മാത്രമേ 2 പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം കൂടി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു സംക്ഷിപ്തമായ കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ രണ്ട് പുസ്തകങ്ങളുടെയും പിറവിക്ക് പിന്നിൽ എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ ഒരു വ്യക്തിത്വമാണ് ഈ 2 പുസ്തകങ്ങളുടെയും പിറവിക്ക് കാരണം. 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള കാരണവും അതോടൊപ്പം തന്നെ ഈ 2 പുസ്തകങ്ങളിലെയും ധാരാളം കഥകൾ ആ വ്യക്തിയെ കുറിച്ചുള്ളതാണ്, ആ വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ചുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അനുഭവങ്ങളാണ് ഒരാളെ മാറ്റിമറിക്കുന്നത് എന്ന്. അതോടൊപ്പം തന്നെ ആ വ്യക്തിയോടൊപ്പം തന്നെ, ആ വ്യക്തിയുടെ ജീവിതത്തോടൊപ്പം തന്നെ, ആ വ്യക്തിയുടെ സങ്കടങ്ങളോടൊപ്പം തന്നെ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ പല യാത്രകളോടൊപ്പം തന്നെ മനസ്സിനെ സ്പർശിക്കുന്നത്, പിന്നീട് എൻ്റെ മനസ്സിനെ സ്പർശിച്ചത് എൻ്റെ കുടുംബമാണ്, എൻ്റെ കുടുംബ പശ്ചാത്തലമാണ്. ബൈജു സാർ ഇപ്പോൾ ഉയർത്തിക്കാട്ടിയ ഒരു മുഖപുസ്തകം വരച്ച പടം എന്നതിലെ ആദ്യത്തെ കഥ എന്നുള്ളത് എൻ്റെ കുടുംബത്തെ കുറിച്ചാണ്. അതിലെ മുഖപുസ്തകത്തിലെ ആദ്യത്തെ കഥയിലെ സേവർ ചേട്ടനും പെണ്ണമ്മി ചേട്ടത്തിയുമാണ് കഥാപാത്രങ്ങൾ. അത് മറ്റാരുമല്ല, എൻ്റെ മാതാപിതാക്കളാണ്. അവരുടെ ജീവിതത്തെ, അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഒരു ആദ്യത്തെ കഥയായിട്ട് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. ആദ്യത്തെ കഥയായിട്ട് അതിൽ എഴുതപ്പെട്ടു. ഒരു ആദ്യ പുസ്തകമായ ഒരു ചെറുപുഞ്ചിരിയും 1 മിനിറ്റും എന്നതുപോലെ തന്നെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പിറവിക്ക് മുന്നിലും മറ്റൊന്നുമല്ല, എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് എന്ന് വിനീതമായ അവസരത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ തലമുറയിലെ ഇതിനോട് ചേർക്കാൻ പറ്റുന്ന ഒരു പേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ. നമ്മൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം മലയാളികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ ഇറങ്ങിച്ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ട 3-4 പുസ്തകങ്ങളിലൂടെ. അതിലെ ആത്മഹത്യയും ഭ്രാന്തിനുമിടയിൽ എന്ന ഒരു പുസ്തകത്തില് മുഹമ്മദ് അബ്ബാസ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. ജോലി ആവശ്യാർത്ഥമാണ് കേരളത്തിലേക്ക് വന്നത്. മലയാള ഭാഷയെ ഇഷ്ടപ്പെട്ടതും മലയാള സാഹിത്യത്തെ അദ്ദേഹം ഞാൻ ഈ വാക്ക് തന്നെ പ്രയോഗിക്കുന്ന അനുചിതമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സാഹിത്യം എന്താണ് എന്ന് എനിക്കറിയില്ല, സാഹിത്യ ഭാഷയിൽ എഴുതാനും അറിയില്ല, എനിക്ക് ആകെ അറിയാവുന്നത് എൻ്റെ അനുഭവങ്ങൾ പറയുക എന്നുള്ളതാണ്. ആ വാക്കിന്റെ ഒരു പിൻബലത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നെ ഒരു വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുന്ന ഔചിത്യമോ അനൗചിത്യമോ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഉൾപ്പെടുന്ന വായനക്കാരാണ്. അതിൽ തന്നെയുള്ള കൊച്ചു കഥകളിൽ, കൊച്ചു കഥകളിൽ നിറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് അബ്ബാസ് പറയുന്നത് പോലെ എനിക്ക് വലിയ സാഹിത്യമൊന്നും അറിയില്ല, പക്ഷെ എനിക്കറിയാവുന്നത് എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുക മാത്രമാണ്. ഈ പറയുന്നതിന്റെ ഭാഷ, അത് ഓരോരുത്തരുടെയും ഭാഷ, ബൈജു സാറിന്റെ ഭാഷയല്ല എൻ്റെ ഭാഷ, എൻ്റെ ഭാഷയല്ല ഇന്ദു ടീച്ചറിന്റെ ഭാഷ. ഓരോരുത്തരുടെയും പറച്ചിലിന്റെ ഭാഷ വ്യത്യസ്തമാണ്, പരാമർശിക്കുന്നതിന്റെ ഭാഷ വ്യത്യസ്തമാണ്.
ആ വ്യത്യസ്തതയാണ് ഓരോ പുസ്തകത്തെയും മനോഹരമാക്കി തീർക്കുന്നത്, വ്യത്യസ്തമാക്കി തീർക്കുന്നത്. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പല നോവലുകളിലും പല ചെറുകഥകളിലും നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പലതും സംഭാഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ പുസ്തകങ്ങളിലും ധാരാളം സംഭാഷണങ്ങളുണ്ട്. കഥാപാത്രങ്ങൾ ധാരാളം സംഭാഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, വീടുകളിലെ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില് ഇന്ന് ഏറ്റവും മൂല്യച്യുതിയായിട്ട് വന്നിരിക്കുന്നത് സംഭാഷണങ്ങളില്ലാത്തതാണ്, പരസ്പരമുള്ള സംഭാഷണങ്ങളില്ലാത്തതാണ്. അങ്ങനെയാണ് ഓരോ മനുഷ്യനും അല്ലാതായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ പരാമർശിച്ച് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു കാര്യം, ഇന്ന് സംഭാഷണങ്ങളില്ലാത്തതാണ്. മനുഷ്യർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മില്, അച്ഛനും മക്കളും തമ്മില്, കുടുംബ ബന്ധങ്ങളില് പരസ്പരമുള്ള സംഭാഷണങ്ങളില്ലാത്തതാണ് ഓരോ ബന്ധങ്ങളും തകർച്ചയിലേക്ക് പോകാനുള്ള കാര്യം. അതിന് ഒരു പരിധി വരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യന്ത്രം കാരണമാകുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. പക്ഷേ അതൊന്നും ഒരു സത്യമായിട്ട് നമ്മൾ കരുതാതിരിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക, നമ്മുടെ നന്മകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് വില്ലനാകാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലസ്ഡ് വണ്ണായിട്ട് മാറിത്തീരും എന്നുള്ളൊരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പരാമർശിക്കുകയാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളില്ലാതെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അനുഭവങ്ങൾ മറ്റു തലത്തിലേക്ക് ഉപയോഗിക്കപ്പെടുന്നതിന്റെ ഫലമായിട്ട് പരസ്പരം അകന്നു പോകുന്ന മനുഷ്യർക്കിടയിൽ ഓർക്കാനായിട്ടുള്ള ഒരു വാചകം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായ ONV സാർ എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് ചലച്ചിത്രത്തിലെ ഗാനമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത്രയും പ്രിയപ്പെട്ട ചില മനുഷ്യർ അരികിലുണ്ടായിരുന്നെങ്കിൽ, എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കാര്യമാണ് ആ ഒരു പരാമർശം. അത്രയും പ്രിയപ്പെട്ട ചില മനുഷ്യർ അരികിലുണ്ടായിരുന്നെങ്കിൽ. ശ്രീ മുഹമ്മദ് അബ്ബാസിന്റെ പുസ്തകത്തിലെ ആകത്തുകയായിട്ട് പറയാവുന്നത് അദ്ദേഹം ചെറുപ്പകാലങ്ങളിൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏകാന്തതയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, അത്രയും പ്രിയപ്പെട്ട ചില മനുഷ്യർ അരികിലുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷത്തെ ഏറ്റവും വാക്കുകളാൽ മനോഹരമാക്കുന്നത് എൻ്റെ അനുഭവങ്ങൾ മാത്രമാണെന്ന്. അതിൽ ഈ പരാമർശത്തെ ചുവട് പിടിച്ച് ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഓർക്കുകയാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങള് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയും സഹാനുഭൂതിയും ഉണ്ടാകേണ്ട അവസരത്തെ കുറിച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ONV സാർ എഴുതി വെച്ചിട്ടുണ്ട്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ആ ഗാനത്തിന്റെ തുടക്കം, ആ കവിതയുടെ തുടക്കം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. എല്ലാവരും അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് പ്രിയപ്പെട്ടവരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരെങ്കിലും അരികിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരെ മനോഹരമായി തീരും. അതുപോലെ എൻ്റെ അരികിൽ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും വളരെയധികം ഞാൻ അർഹിക്കുന്നതല്ല എങ്കിൽ കൂടി വളരെയധികം ബഹുമാനത്തോടു കൂടി എൻ്റെ കൂടെ ആയിരിക്കുന്ന ബീവസ്റ്റിലെ എൻ്റെ സഹോദരങ്ങൾ, അതാണ് ഇന്നത്തെ എൻ്റെ ഊർജം. ബൈജു സാർ പറഞ്ഞു, 3-4 പ്രോഗ്രാമുകളെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ആകസ്മികമായ കാര്യങ്ങൾ, ഓരോ നിമിത്തങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണമെന്ന്, നമുക്ക് നമ്മൾ എന്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റുള്ളവരോടും പെരുമാറിയാൽ ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ നമ്മൾ ഓരോരുത്തരെയും തേടി വരും എന്ന വിശ്വാസത്തോടെ എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. ഇനിയും നമുക്ക് കൂടിക്കാണാം. എല്ലാവരുടെയും മനസ്സിലേക്ക്, എല്ലാവരുടെയും ചിന്തകളിലേക്ക് ഇന്നത്തെ ദിവസം എന്നെ കൊണ്ട് സംസാരിപ്പിച്ചത് ഞാനല്ല, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ശക്തിയാണ്. ഒരിക്കൽ കൂടി ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ്. വി റീഡ് ടു നോ ദാറ്റ് വി ആർ നോട്ട് എലോൺ. നമ്മളാരും അന്യരല്ല, നമ്മളാരും ഏകരല്ല. നമ്മളുടെ കൂടെ ആരെങ്കിലും ഉണ്ട്. നമ്മുടെ ഓർമ്മകൾ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ചെങ്കിലും മനുഷ്യരുണ്ടാവും. ആ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. എല്ലാവർക്കും കൂടുതൽ വായിക്കാൻ, ഏകാന്തതയെ അകറ്റാൻ കൂടുതൽ വായനയിലൂടെ, അത് ഡിജിറ്റൽ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, കൂടുതൽ വായനയിലൂടെ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ. ഇതിനുവേണ്ടി എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച ഇന്ദു ടീച്ചർക്കും അതുപോലെ തന്നെ ഇതിന് VBSന് പ്രചോദനമായി പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും, എല്ലാവരുടെയും പേരുകൾ അറിയില്ല, എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ
വായന ദിന ആശംസകൾ നേരുന്നു. ഇനിയും കണ്ടുമുട്ടാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നന്ദി, നന്ദി. 15 മിനിറ്റ് എടുത്തോ എന്ന് എനിക്കറിയില്ല. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയെത്ര കാര്യങ്ങളാണ് നമുക്ക് ടേക്ക് അവേ ആയിട്ട് തന്നിരിക്കുന്നത്. ഹ്യൂജ് എന്ന് ഞാൻ പറയും. അനുഭവങ്ങളെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും അതിലേറ്റവും നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത് അങ്ങയുടെ വിനയമാണ്. ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്നത്. ആ ഒരു വിനയം ഞങ്ങൾ എടുത്ത് മനസ്സിലാക്കുന്നു. അതുപോലെ ആ വാക്ക് വി റീഡ്, ഞാൻ എഴുതി വെച്ചിരുന്നു. വി റീഡ് ടു നോ ദാറ്റ് വി ആർ നോട്ട് എലോൺ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ആ കവിത ഓർമ്മിപ്പിച്ചു. നല്ല സന്ദേശം, സ്നേഹഭാഷണം നമുക്ക് എന്ന് മാത്രം ആ വാക്കിൽ ഞാൻ ചുരുക്കിക്കൊണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഒരു 5 മിനിറ്റ് സ്നേഹഭാഷണത്തിനായിട്ട് മാറ്റിവെക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം, സാറിനെ കേൾക്കാം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആവാം. 5 മിനിറ്റ് ആകുമ്പോൾ ക്ലോസ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകും. പരിഭവം അരുത്. താങ്ക് യു. ആദ്യമായി നമസ്കാരം സാർ, നമസ്കാരം. താങ്കളെ ഇപ്പോൾ നമുക്ക് സമയക്കുറവാണ്, എങ്കിലും നമ്മളെ വി ബെസ്റ്റ് കുടുംബം ഈ കൂട്ടായ്മയിൽ എന്നും സാറും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഇനിയും ഇതുപോലുള്ള വേദികളിൽ പല പ്രാവശ്യവും അങ്ങിൽ നിന്നുള്ള അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു കിട്ടാനുള്ള അവസരം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ അറിവുകൾ പകർന്നു തന്നതിന് താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു നായർ സാർ. ജിജോ സാർ, എനിക്ക് വായിക്കാനും എഴുതാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ ഒരു പേജൊക്കെ ഉണ്ടാക്കി എഴുത്തൊക്കെ ഇങ്ങനെ തുടങ്ങി. കുറച്ചൊക്കെ എഴുതി, ഇതുപോലെ അനുഭവമാണ്. പക്ഷെ എഴുതി വന്നപ്പോ എനിക്ക് തോന്നിയത് എനിക്ക് എഴുതാനുള്ള ഒരു ഭാഷയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല എഴുതേണ്ടത് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നിട്ട് ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സാർ ഇപ്പൊ ഇങ്ങനെ പറയണ കേട്ടപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. സാർ ഇപ്പൊ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് എഴുത്ത് അനുഭവങ്ങളാണല്ലേ പറച്ചിലുകളായിട്ട് എഴുതാം. ആ പറച്ചിലുകളാണെന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. എനിക്ക് വീണ്ടും എഴുതണം എന്നൊരു ആഗ്രഹം ജനിപ്പിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു സർ. താങ്ക് യു എലീസ. സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ? ഇപ്പൊ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ സഹോദരി, അപ്പൊ അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം, എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ്. അപ്പം എന്റെ നാട്ടിൽ തന്നെ ഏകദേശം ഒരു 25 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 15ഓളം എഴുത്തുകാരുണ്ട്. ഈ ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്കിടയിൽ ഉയർന്നു വന്നതാണ്. ആരും പെട്ടെന്ന് ഉയർന്നു വരുന്നതല്ല. ആ പ്രിയ സഹോദരിയോട് പറയുകയാണ്, ഒരിക്കലും മടിക്കരുത്, എഴുത്തിന് മടിക്കരുത്. കാരണം എന്റെ ഭാഷയല്ല സഹോദരിയുടെ ഭാഷ, സഹോദരിയുടെ ഭാഷയല്ല ബൈജു സാറിന്റെ ഭാഷ. എല്ലാ ഭാഷയും സ്വീകരിക്കപ്പെടും. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഫാന്റസികളിലേക്ക് അധികം പോകാതെ, ഫാന്റസികളിലൂടെയുള്ള യാത്രയും നമുക്ക് വേണം, ഫാന്റസികളിലേക്ക് അധികം പോകാതെ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി കുറിച്ചിടുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടും എന്നുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ ധാരാളം പുസ്തകങ്ങളുണ്ട്. നിമ്ന വിജയുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ എൻ മോഹനന്റെ പുസ്തകങ്ങളും അതുപോലെ ധാരാളം പുസ്തകങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് മാത്രമല്ല, അനുഭവങ്ങളാണ് പലതിലെയും ഉയരങ്ങളിലേക്ക്. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ശ്രീ മുഹമ്മദ് അബ്ബാസിന്റെ പുസ്തകങ്ങൾ. കിട്ടുമെങ്കിൽ ആ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. ആത്മഹത്യയും ഭ്രാന്തിനും ഇടയിൽ, അതുപോലെ വിശപ്പ്, പ്രണയം, ഉന്മാദം എന്നുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ എഴുതുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്, എല്ലാവർക്കും കഴിവുണ്ട്. എല്ലാവരുടെയും കഴിവിനെ കുറിച്ച് ധാരാളം കഥകളുണ്ട്. അത് എങ്ങനെയാണ് വേണ്ടത്, പക്ഷെ അതിനുള്ള അവസരങ്ങളൊന്നുമില്ല, സമയങ്ങളൊന്നുമില്ല. ധൈര്യമായി മുന്നോട്ട് പോവുക, എഴുതുക. അത് പ്ലാറ്റ്ഫോം ഏതുമാകട്ടെ, ഡിജിറ്റൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാവിധ പ്ലാറ്റ്ഫോമുകളിലും അതിന്റെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു സർ.
ഞങ്ങൾ സമ്പത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലുള്ള സമ്പത്ത് എങ്ങനെ കടഞ്ഞെടുക്കണം എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അങ്ങ് എത്തിയത് വളരെ ഉചിതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരിലും വായനയ്ക്കും എഴുത്തിനും ഒക്കെ ഉള്ള ഒരു പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കം പറയാൻ സാധിക്കും. ജിജോ ജേക്കബ് സാർ, അങ്ങേക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ. നന്ദി. അടുത്തത് ആരെങ്കിലും 2 പേർ കൂടി സംസാരിക്കും. സാർ, അദ്ദേഹത്തിന്റെ ഈ പുസ്തകങ്ങളുടെ ഒരു ഓരോ വാക്ക്, കഥകളുടെയും പേരുകൾ. ഒരു വാക്ക്. ഓക്കെ, പറയൂ സാർ, പറയൂ ജോസ്. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ദി ട്രഷർ ഓഫ് പ്ലസന്റ് വാലി. വളരെ സാറിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, പറഞ്ഞോളൂ സാർ. ഇപ്പൊ പറഞ്ഞോളൂ. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്തു. എന്നെ വളരെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ദി ട്രഷർ ഓഫ് പ്ലസന്റ് വാലി. ഏറെ മോശമായ പ്രവൃത്തികളിൽ വ്യാപൃതനായിരുന്ന ഒല്ലിനീൽ എന്ന കുട്ടി ആ പുസ്തകത്തിന്റെ കവർ ചിത്രം കണ്ടാണ് അത് വായിക്കാൻ തുനിഞ്ഞത്. തുടർന്ന് ആ ഗ്രന്ഥകാരന്റെ നിരവധി പുസ്തകങ്ങൾ വാങ്ങി വായിക്കുകയും ലൈബ്രറിയിൽ നിന്ന് എടുത്തു വായിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിച്ച ടീച്ചർ 112 കിലോമീറ്റർ യാത്ര ചെയ്ത് ഓരോ പ്രാവശ്യവും പുസ്തകങ്ങൾ മാറ്റിവെച്ച അനുഭവം വളരെ ഹൃദ്യമാണ്. നമുക്ക് മറ്റുള്ളവരെ വായനയിലേക്ക് നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ജിജോ ജേക്കബ് സാർ. താങ്ക് യു സോ മച്ച്. അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഓക്കെ, താങ്ക് യു. പറഞ്ഞത് ഈ മുഖപുസ്തകം വരച്ച പടമെന്ന് പറയുന്ന 24 കഥകളാണ്. ആ കഥകളുടെ പേരുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് വായിക്കാനായിട്ട് തോന്നും. അതായത് സാർ സൂചിപ്പിച്ചു, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും ഒരു മൺകലവും. അതിൽ മൂന്നാമത്തേത് ടെൻഷൻ ഫ്രീ ജോൺസൺ മാഷ്. അങ്ങനെ തുടങ്ങി പുസ്തകം. അഹല്യയുടെ സ്റ്റാറ്റസ് ഉണ്ട്, റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്, ചക്കിപ്പൂച്ചയുടെ പേരമരം എന്നുണ്ട്, സാവരിയ എന്ന് പറയുന്ന മറ്റൊരു കഥയുണ്ട്, അതുപോലെ പെയ്തൊഴിയാതെ എന്ന് തുടങ്ങി 24 ആ കഥകളുടെ പേരുകൾ കേട്ടാൽ തന്നെ ഈ പുസ്തകം നമുക്കൊന്ന് വായിക്കാനായിട്ട് തോന്നും. അപ്പൊ എല്ലാവരും ഇന്ദു ടീച്ചറുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് പുസ്തകങ്ങളൊക്കെ കൂടി വാങ്ങി ഇങ്ങനെ വായനയുടെ ഒരാളുടെ അനുഭവം, നമ്മളൊരാളെ അറിയുന്ന ഒരാളുടെ പുസ്തകം വായിക്കാൻ കുറച്ച് പ്രചോദനം ഉണ്ടാവും. അത് വായിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മ വായന ശീലമാവും. അങ്ങനെയെങ്കിലും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ബൈജു സാർ. മോഹനേട്ടൻ ഒരു 1/2 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം വോട്ട് ഓഫ് താങ്ക്സിലേക്ക് സജീഷ് നെന്മാർ സാർ വരും. നന്ദി സാർ, നന്ദി ജിജോ ജേക്കബ് സാർ, നന്ദി. ആദ്യം കേട്ടു. കേവല വായനകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിവുള്ളവരായി മാറുന്നത്. തീർച്ചയായും ഇന്നത്തെ ദിവസം വായനാ ദിനത്തിൽ കൈമോശം വന്നുപോയ വായനാ സ്വഭാവത്തെ തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു ബോധം സാറിൽ നിന്ന് എനിക്കുണ്ടായി. നമ്മുടെ എലിസാജി പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും ഉദ്യോഗാത്മകമായ ഈ വാക്കുകൾക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. പുസ്തകം എന്നാ പബ്ലിഷ് ചെയ്യാം? അയ്യോ, അതെ, പലപ്പോഴും എനിക്ക് തോന്നല് നമ്മുടെ ഈ പുസ്തകം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൊരു മസ്തകത്തിലേക്ക് നമുക്ക് മാറണം എന്നുള്ളൊരു വാക്ക് എപ്പോഴും. ഓക്കെ, മോഹനേട്ടൻ പറഞ്ഞു എനിക്ക് സാധിച്ചു എന്ന്, അങ്ങനെ തിരിച്ചറിവുണ്ടായിരുന്നു. അത് സ്വാർത്ഥത വേണ്ട. ഇവിടെ വന്നിരിക്കുന്ന പങ്കെടുത്ത എല്ലാവർക്കും ആ ഒരു ആവേശമുണ്ടായിട്ടുണ്ട്, വായന തിരിച്ചു പിടിക്കണം എന്നുള്ളത്. മോഹനേട്ടൻ മാത്രമല്ല എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസത്തെ ഭാഗ്യമാക്കിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ജിജോ ജേക്കബ് സാറിന്, ഇന്ദു ടീച്ചറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി വിബെസ്റ്റിന്റെ പില്ലറുകളിൽ ഒരു നെടുന്തൂണ് തന്നെയായിട്ടുള്ള സജീഷ് നെന്മാർ സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു ജോസ് ജോൺ സാർ. പ്രിയപ്പെട്ട ബൈജു സാർ, അതുപോലെ ഇന്നത്തെ മുഖ്യാതിഥി ജിജോ ജേക്കബ് സാർ, ഐസക് സാർ, ജോയ് സാർ, അതുപോലെ ഇന്നത്തെ നമ്മുടെ അധ്യക്ഷൻ ജോസഫ് ജോൺ സാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, മറ്റെല്ലാ ഹൃദയ ബന്ധുക്കൾക്കും നമസ്കാരം. ഒരു മനോഹരമായ പുഴ ശാന്തമായി ഒഴുകി നിൽക്കുന്നൊരവസ്ഥ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു ആർഭാടങ്ങളില്ലാതെ, ഒരു അട്ടഹാസങ്ങളില്ലാതെ, വളരെ ഹൃദ്യമായ ഭാഷയിൽ ജോസഫ് സാർ ഇവിടെ സൂചിപ്പിച്ചു വിനയം എന്നുള്ളത്. ആ വിനയത്തോടു കൂടി വളരെ ഹൃദ്യമായ ഭാഷയിൽ
നമ്മുടെ ആശയം എന്താണോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു 15 മിനിറ്റ്. അതാണ് എനിക്ക് തോന്നിയ കാര്യം. കാരണം സാറ് പറഞ്ഞ കാര്യം അനുഭവമാണ് എല്ലാ ഉയർച്ചകൾക്കും പിന്നിൽ. നമ്മുടെ എല്ലാ അനുഭവ കഥകൾ തന്നെയാണ് ഓരോ പുസ്തകങ്ങളും, ഓരോ ജീവിത പുസ്തകങ്ങൾ നമ്മളിവിടെ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം സാറ് പറഞ്ഞത് എനിക്ക് തോന്നിയത് ബി ബെസ്റ്റുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യം, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് സ്വീകരിക്കാൻ കഴിയും. നമ്മുടെ 3 കാര്യങ്ങൾ തന്നെ ക്ഷമിക്കുക, ഫോർഗീവ്നെസ്, അൺകണ്ടീഷണൽ ലവ്. അതുപോലെ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിരുപാധിക സ്നേഹം. ഒരാളും ഇവിടെ ഒരാളെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാം സ്വീകരിക്കാനും പരസ്പരം ഷെയർ ചെയ്യാനും പങ്കുവയ്ക്കാനുമാണ് ഈ കൂട്ടായ്മ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ 2 വാക്കുകൾ, അതുപോലെ തന്നെ വിൽ ബി വിത്ത് യു. സാറ് പറഞ്ഞൊരു കോട്ട്, വിൽ ബി വിത്ത് യു എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈജു സാർ എപ്പോഴും പറയും, നിങ്ങൾക്കൊരു ആവശ്യമുണ്ടായാൽ ബി ബെസ്റ്റ് അവിടെ ഉണ്ടാവും. അതിന് ഉത്തമ ഉദാഹരണങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഇന്ദു ടീച്ചർക്ക്, എനിക്ക് ഒക്കെ പറയാൻ പറ്റുന്നതാണ് വിൽ ബി വിത്ത് യു. അതായത് നമ്മളുടെ ഒപ്പം ബി ബെസ്റ്റ് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന, അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആശയങ്ങളുമായി തന്നെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു 15 മിനിറ്റാണ് നമുക്ക് ലഭ്യമായ വിലപ്പെട്ട സമയം. അത് മൊഴിമുത്തുകൾ എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയും കേൾക്കാത്ത കാര്യങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് പുസ്തകങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെവിടെയോ വായിച്ചൊരു കോട്ടാണ്. കാരണം നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് മാർഗദർശിയായി മാറുന്ന ഒരു കാര്യമാണ് പുസ്തകങ്ങൾ. അതുപോലെ ഇന്നത്തെ സമൂഹത്തോടും പറയുന്നത് ഇതാണ്, നീ അക്ഷരം വായിക്കുന്നതിന് വേണ്ടി തല കുനിച്ചാൽ നിനക്ക് സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനാവും. പക്ഷെ ഇന്ന് നമ്മുടെ ലോകം തലകുനിക്കുന്ന അക്ഷരങ്ങൾ വായിക്കാനല്ല എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു. സാറ് സൂചിപ്പിച്ച പോലെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കാൻ വേണ്ടിയാണ് ചുണ്ണാമ്പ് തേക്കുക എന്നുള്ള പരിപാടികൾ മാത്രമാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. എന്നാലും വായന മരിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ ജോയ് ജോൻ സാർ പറഞ്ഞൊരു കാര്യം, വായനശാലകൾ, അല്ലെങ്കിൽ ബൈജു സാർ പറഞ്ഞത് വായനശാലകളിലല്ല വായന നടക്കുന്നതെന്ന്. ഇപ്പൊ വായനശാലകൾ വെറും ഗ്രന്ഥശാലകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുരുനാഥൻ. ജോയ് സാർക്കൊക്കെ അറിയാം, റിട്ടയർഡ് AE ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ വിളിക്കാൻ പോയാൽ വായനശാല എന്ന് പറഞ്ഞാൽ പറയും, 1 മിനിറ്റ് നിൽക്കൂ, വായനശാലയല്ല ഗ്രന്ഥശാല. വായനശാല എന്ന് പറയണമെങ്കിൽ അവിടെ വായന വേണം. ഇതിവിടെ കുറെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ റാക്ക് വാങ്ങിച്ച് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഗ്രന്ഥശാല എന്ന പദം ഉപയോഗിച്ചാൽ മതി എന്ന് പറയും. അറിഞ്ഞോ അറിയാതെയോ സെപ്റ്റംബർ 14 ഗ്രന്ഥശാല ദിനമാണ്. വായനാ ദിനം ജൂൺ 19 അപ്പൊ എന്തായാലും വായന മരിക്കാത്ത സമൂഹം ഇന്നുമുണ്ട്. പാലക്കാട് ചെറിയ ഇതുപോലെ ഇപ്പോൾ എലീസമ്മയൊക്കെ പങ്കുവെച്ച പോലെ ചെറിയ ചെറിയ എഴുത്തുകളിലൂടെ മുന്നേറിയ ആൾക്കാരെ എല്ലാം കൂട്ടിണക്കിക്കൊണ്ട് മധുരം ഗായതി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ തന്നെയുണ്ട് വാട്സപ്പിൽ. അവര് മാസത്തിൽ ഒരു ദിവസം ഒത്തുകൂടും, പരസ്പരം ഷെയർ ചെയ്യും, പുസ്തകങ്ങൾ പരസ്പരം പരിചയപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ തന്നെ ഇവിടെയൊക്കെ വളർന്നു വരുന്നുണ്ട്. പാലക്കാട് ഇങ്ങനെയാണെങ്കിൽ മറ്റു ജില്ലകളിലും ഉണ്ടാവും. തൃശ്ശൂർ സാഹിത്യ അക്കാദമിയൊക്കെ നിലകൊള്ളുന്ന തൃശ്ശൂരും ജിജോ ജേക്കബ് സാറിനെ പോലുള്ള ആളുകളൊക്കെ ഉള്ള കണ്ണൂരൊക്കെ ഇതിൻ്റെ ഡബിൾ സ്ട്രോങ്ങിൽ ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നെന്തായാലും വളരെ ഈ ദിനം മനോഹരമാക്കിയ വായനാ ദിനാചരണം PN പണിക്കർ സാറിനെ സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാനൊക്കെ അംഗമായ ഒരു വായനശാല, ഞാനും സോമേട്ടനും 2 ഭാഗത്ത്, അതായത് ഒരു പ്രദേശത്തിന്റെ 2 ഭാഗത്താണ്. അപ്പൊ ഈ 2 ഭാഗത്തും ഓരോ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഈ 2 ക്ലബ്ബുകളെയും വന്ന് PN പണിക്കർ സാർ അവിടെ വന്ന് ചർച്ച ചെയ്ത് അതിനെ 2നെയും കൂടി ഒന്നാക്കി ഒരു വായനശാലയാക്കി മാറ്റിയത് 55 മുതൽ ഇന്നും നാടിന്റെ സ്പന്ദനമായി അവിടെ നിലകൊള്ളുന്നുണ്ട്. അപ്പൊ തീർച്ചയായും PN പണിക്കർ സാർ ചെയ്ത സേവനങ്ങളെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിനം മഹത്തരമാക്കിയ ചില നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ വളരെ പുതിയൊരു ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത ജിജോ ജേക്കബ് സാറിന് ബി ബെസ്റ്റിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. സാർ തീർച്ചയായും നായർ സാർ പറഞ്ഞ പോലെ ഞങ്ങളോടൊപ്പം ഇനിയും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഗുരുനാഥൻ ഓരോ പ്രഭാതത്തിലും നമ്മുടെ ജീവിതം എന്ന പുസ്തകത്തിനെ കടഞ്ഞ് അതിനെ വായിക്കാൻ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബൈജു സാറിന് എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാം വളരെ മനോഹരമായി
കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറയാനിരിക്കുകയായിരുന്നു ജോസഫ് സാറോട് ആ പാട്ട് രണ്ടുപേര് പാടണം എന്നുള്ളത്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രണ്ടുപേര്. ജോസഫ് സാർ അത് കൃത്യമായിട്ട് അത് പാടുകയും ചെയ്തു. അപ്പോൾ ഇത് അടുത്ത ദിവസം ആർട്സ് ഡേയിൽ നമുക്ക് മുഴുവൻ കേൾക്കാം. അപ്പോൾ ജോസഫ് സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ജോയ് ജോൺ സാറ്, ഐസക് സാറ്, ചുരുങ്ങിയ വാക്കുകൾ ഐസക് സാറൊക്കെ പറഞ്ഞ വാക്കുകൾ, മൊഴിമുത്തുകൾ എന്നും അതിന് പറയാം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പുസ്തകമാവും. അങ്ങനെ നമ്മളോട് സംബന്ധിച്ച ജോയ് ജോൺ സാറും അതുപോലെ തന്നെ ഐസക് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സർവോപരി, കാരണം നമുക്ക് ഒരു പടക്കം മേലെ പോയി പൊട്ടണമെങ്കിൽ ആദ്യം ഒരു ചെറിയ തിരി അവിടെ കൊളുത്തണം. ഈ തിരി കൊളുത്താൻ ഇന്ന് പ്രചോദനമായത് സത്യം പറഞ്ഞ ഇന്ദു ടീച്ചറാണ്. നമുക്കിന്ന് ആരെ വിളിക്കാം എന്ന് ആലോചിച്ചപ്പോൾ ഇന്ദു ടീച്ചറാണ് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്ദു ടീച്ചർ നമ്മുടെ സുവനീറിനെ കുറിച്ച് എഴുതിയ സാറുടെ പേരെനിക്ക് പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോയി. അതിന് ആസ്വാദനെ കുറിപ്പൊക്കെ അതിനൊരു അഭിപ്രായം എഴുതിയ സാറുടെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ജിജോ സാറിനെ വിളിക്കാം, ഇപ്പം തന്നെ ഞാൻ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇന്നലെ ഇന്ദു ടീച്ചർ ഒരു 5-6 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും ഓരോ കാര്യത്തെ സംബന്ധിച്ചും സംസാരിച്ചുകൊണ്ട്. അപ്പം ഇന്ദു ടീച്ചറുടെ ആ ഒരു ആത്മാർത്ഥതയും ഇന്ദു ടീച്ചർ മുഖാന്തരമാണ് ജിജോ സാർ ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയത്. അപ്പോൾ ഇന്ദു ടീച്ചർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ 10 മിനിറ്റ് വൈകിയെങ്കിൽ കൂടി ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോടൊപ്പം കൂട്ടുചേർന്ന എല്ലാ ഹൃദയബന്ധുക്കളെയും വളരെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സജീഷ് നെന്മാർ സാർ. സാർ സംസാരിക്കുന്ന ആ സംഭാഷണ ശൈലി കേട്ടില്ലേ, നേരെ ഹൃദയത്തിലേക്ക് വരുന്ന സംഭാഷണ ജാതിരിയുടെ ഉടമയാണ് നമ്മുടെ സജീഷ് നെന്മാർ സാർ. സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു ആഗ്രഹം ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ജോ ജേക്കബ് സാർ ക്യാമറ ഒന്ന് ഓണാക്കി നമുക്കൊരു ഫോട്ടോ എടുക്കാന്നുള്ളൊരു സൂചന തന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്താൽ ഓക്കെ. എല്ലാരും ക്യാമറ ഓണാക്കും. മോഹനേട്ടാ റെഡി? ഇത് പബ്ലിഷ് ചെയ്യുന്ന ഫോട്ടോയാണ്. താങ്ക് യു. ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി പറ്റും. ഓൺ ചെയ്തോ? ഇപ്പൊ ഓക്കെ. ശരി റെഡി. താങ്ക് യു. കാർത്തികജി മേക്കപ്പ് കിട്ടുമെന്നല്ലോ. താങ്ക് യു. ശരി, താങ്ക് യു. ഓക്കെ 1 2 3 ചീസ് പറ. ഫസ്റ്റ് ഫ്രെയിം. താങ്ക് യു. ഓക്കെ, ഒന്നുകൂടി ഉണ്ട്. ഒരു ഫ്രെയിമേ കിട്ടിയുള്ളൂ. ഫ്രെയിം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒറ്റ ഷൂട്ടിൽ കിട്ടില്ല. ശരി, ഓക്കെ. നല്ല ഫോട്ടോ. സെക്കൻഡ് ഫോട്ടോ റെഡി. ഒന്നുകൂടി 1 2 3 ചീസ് പറയൂ. ചീസ് പറയാത്തവരെ നിങ്ങൾ ഫോട്ടോ കാണുമ്പോ പറയും. അത് കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പൊ കഴിഞ്ഞു. ജോസഫ് ജോൺ സാർ ക്ലോസ് ചെയ്തോ. ധന്യമായ ഒരു ദിനം, നിമിഷങ്ങൾ എന്ന് വേണം പറയാം. എല്ലാവർക്കും വിശിഷ്ടാതിഥിക്ക് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് താങ്ക് യു ബൈജു സാർ. താങ്ക് യു എവരിവൺ. താങ്ക് യു ഓൾ. ഇന്ന് ഒരു 5 പേജെങ്കിലും ഇന്ന് വായിക്കണേ. ആ പഴയ പൊടി തട്ടിയെടുത്ത പുസ്തകം ഒന്ന് വായിച്ചോളൂ. ശരി, എന്നിട്ട് അത് റിപ്പോർട്ട് പോലെ ചെയ്യണം. നമുക്ക് അങ്ങനെയാണ് ഈ മഹത് വ്യക്തിത്വങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം, നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുക. ജിജോ ജേക്കബ് സാറിനോടുള്ള സ്നേഹം കുറച്ചെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ആ മനുഷ്യനോടുള്ള ആ വലിയ വ്യക്തിത്വത്തോടുള്ള നന്ദി പ്രകടനമായിട്ട് ഒരു 5 പേജെങ്കിലും മിനിമം വായിച്ചിട്ട് ഒരു റിപ്പോർട്ട് ഇടണം. ഇന്ന് ഞാൻ ഈ ഇത്ര പേജ് വായിച്ചു. പുസ്തകത്തിന്റെ കാര്യം പറയണ്ട. നമ്മളൊരു കാര്യം കൂടി നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നു. വി ബസ് പബ്ലിഷിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രയത്നങ്ങൾ തുടങ്ങുന്നു. വി ബെസ്റ്റിന് പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പൊ എലിസയുടെയും ഇന്ദു ടീച്ചറുടെയും സിനിജിനിന്റെയും ശ്രീപ്രിയാജിയുടെ ഒക്കെ എല്ലാ പുസ്തകങ്ങളും നമ്മുടെ പബ്ലിഷർ വഴി തന്നെ പബ്ലിഷ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ അതിന്റെ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ വായനാ ദിനത്തിൽ ഒരാഗ്രഹം പോലെ സൂചിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു.